നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് അനുമോൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മായി എത്തിയിട്ടുണ്ട്. പോരാത്തേന് ഗോമതി വിളിക്കുകയും ചെയ്തു അനുമോളെന്ന് പറഞ്ഞോട്ടെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അപ്പോഴേക്കും മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു, അതെ, അനുമോളും മുറിയിലിരുന്ന് പഠിക്കുവാന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഈ സമയത്ത് അനുമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അലോകിനോട് പറഞ്ഞു, അലോക, നീ എങ്ങനെയല്ലോ ഒന്ന് പോകാൻ നോക്ക്, നീ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. നീ എന്നെയും കൂടെ കൊലയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഞാൻ കാരണം നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നീ എനിക്കൊരു കാര്യത്തിൽ മാത്രം വാക്ക് തന്നാ മതി. ഞാൻ ഇവിടുന്ന് പോകാം. പക്ഷേങ്കില് നീ ഒരിക്കലും എന്നെ കൈവിടില്ല, എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. എന്നെ തള്ളിക്കളയില്ലെന്ന് നീ പറയുവാണെങ്കിൽ ഞാനിപ്പോ ഈ നിമിഷം ഇവിടുന്ന് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പറയാനായിട്ട് അനുവിന് പറ്റുമോ? കാരണം അനുവിന്റെ മനസ്സിൽ നല്ല ദേഷ്യമായിരുന്നു അലോകിനോട്. തന്റെ അമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ, എന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയണേ. അപ്പോഴേക്കും അനു പറഞ്ഞു, അതൊരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, എങ്കിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അലോക് നിൽക്കുക. അനുവിന് ആകെപ്പാടെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേ സമയത്ത് അച്യുതൻ വീട്ടിലേക്ക് വന്നു. ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് അലോകിനെ വിളിക്കുവാണ്. അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. എന്താ അച്യുതേട്ടാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അവനെന്തേ, അലോക് എന്തെന്ന് ചോദിച്ചു. അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ മുറിയിൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ രാജശ്രീ മുറിയിൽ പോയി നോക്കി കഴിഞ്ഞപ്പോ അലോകിനെ കണ്ടില്ല. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അല്ല അവനിത് എവിടെ പോയെന്ന് ചോദിച്ചു. അല്ല, കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇനി പുറത്തേക്ക് എങ്ങനെ പോയോ? അതെങ്ങനെ പുറത്തേക്ക് പോന്നു? അവന്റെ വണ്ടി പുറത്തിരിപ്പുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവൻ പോണേന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ, അവൻ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോ എങ്ങാനും പുറത്തേക്ക് വല്ല ഫ്രണ്ട്സിനെ കാണാനായിട്ട് ഇറങ്ങി കാണുമായിരിക്കും. അല്ല, നിന്നോടൊന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഇല്ല. എന്താ അച്യുതാട്ടാന്ന് ചോദിച്ചു. അതെ, കുറച്ച് കണക്കിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് അവനോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിക്കാണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. അച്യുതാട്ടൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരും, അപ്പൊ ചോദിക്കാനൊക്കെ പറയണം. അച്യുതൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. ഇതേ സമയത്ത് അനുമോളെ വിളിച്ചിട്ട് വരാതെ ഇനിയപ്പോ ഗോമതി പറഞ്ഞു, ഇതെന്താ അവളെ വിളിച്ചിട്ട് വരാത്തെ? അവൾക്ക് ഇലയുടെ ഒന്നും വേണ്ടേ പോലും. മീനു പറഞ്ഞു, ഞാൻ പോയി വിളിച്ചിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി എന്ത് ചെയ്തു, അനുവിന്റെ മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് വന്ന് കഥകയെ മുട്ടുവാണ്. ഈ സമയത്ത് അലോക് മുറിയിലുണ്ട്. ഭയങ്കര ടെൻഷനായി പോയി. അനുസരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അലോകിനോട് പറഞ്ഞു, എങ്ങനെയും എങ്ങോട്ടേലും മാറാൻ പറഞ്ഞു. എവിടേക്ക് മാറാനാ? നോക്കിക്കഴിഞ്ഞപ്പോ അലമാരിയുണ്ട്. അലമാരിയുടെ സൈഡിലേക്ക് അലോക് മാറുവാണ്. പിന്നീട് അനുസരി പോയി കഥ തുറന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, നീ ഇത് എന്തെടുക്കോ മളയിനകത്ത്? ഞങ്ങൾ എത്ര വട്ടം വിളിച്ചു, നീ എന്താ അങ്ങോട്ടേക്ക് വരാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. അല്ല, നീ പഠിച്ചോണ്ടിരിക്കുവായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേനും അനുസരിയെ വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, ഇപ്പോഴെങ്ങാനും അലോകിനെ പിടികൂടിയാ തീർന്നു. ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദൈവമേ, പിടികൂടലേ എന്നൊരു ചിന്തയായിരുന്നു. മാക്സിമം അവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അനുസരി മാറി മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് അനുസരി പറഞ്ഞു, അതെ ചേച്ചി അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. ദേ മോളെ വാ, അമ്മയാണെങ്കിൽ ഇലയുടെ ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഞങ്ങള് കഴിച്ചോണ്ടിരിക്കുക. സുകന്യച്ചുണ്ട്, മോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വന്നേക്കാം മീനാക്ഷി ചേച്ചി പോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് അനുസരിക്ക് ഒരു സമാധാനമായത്. പിന്നീട് അനുസരി അലോകിനോട് പറഞ്ഞു, കണ്ടില്ലേ, എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേരം, അറിയാലോ. ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അലോകെ പോവാൻ നോക്ക്. അമ്മ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ അറിയാലോ, അച്ഛനെങ്ങാനും വന്നാൽ പിന്നെ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, ആരൊക്കെ വന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ നീ എന്നോട് വാക്ക് പറയാൻ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അനുസരി ആകപ്പാടെ പെട്ടുപോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ സുകന്യ അങ്ങോട്ടേക്ക് വരുവാണ്. സുകന്യക്ക് ആകപ്പാടെ വെപ്രാളമായിരുന്നു. സുകന്യ അങ്ങോട്ടേക്ക് വന്നു. സുകന്യ വന്നിട്ട് പറഞ്ഞു, അതെ, ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഗോമതി ചേച്ചിയും വന്നിട്ടുണ്ട്. അലോകെ, നീ എങ്ങനെ പുറത്തേക്ക് പോകുന്നു ചോദിച്ചു. എനിക്ക് പോകണ്ട ചേച്ചി, എന്താണ് എന്റെ ജീവിതം ഞാൻ ഇവിടെ തീർക്കാൻ പോവാ. എന്റെ ജീവനും ജീവിതമല്ല ഇന്നത്തോടുകൂടി ഇവിടെ തീരുമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വന്നിരിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ പറ എന്റെ അനുമോളെ, വെറുതെ ഇനി എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞത് സോൾവ് ചെയ്ത് പറഞ്ഞു വിടാൻ നോക്ക്, എന്തിനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുമോള് പറഞ്ഞു, ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ ഇനി സ്നേഹിക്കണമല്ലേ, അതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഇപ്പോഴെങ്ങാനും ഗോമതി ചേച്ചി അല്ല ഈ മുറിയിലേക്ക് വന്നിട്ടുണ്ട്, തീർന്നു, അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അനുമോള് പറഞ്ഞു, പിടിക്കുവാണെ പിടിക്കട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കിനി അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സുകന്യ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്.
അനുശ്രീക്ക് ടെൻഷനെ. അനുശ്രീ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അലോക് കൂട്ടാകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, ഇതെന്താ ബാലേട്ട നേരത്തേന്ന് ചോദിച്ചു. അത് ഗോമതി, ഞാനൊരു ഡീലറെ കാണാൻ വേണ്ടി വന്ന ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. ബാലന്റെ ശബ്ദം അനുശ്രീ കേട്ടു. ദൈവമേ, അച്ഛനും വന്നിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെ അലോക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും? ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷന്. പെട്ടെന്ന് മനസ്സിലായി, ഇതിന്റെ ഇടയ്ക്കിലേക്ക് ആരെങ്കിലും മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ട്, തീർന്നു. അമ്മയോ അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചിയോ ആരെങ്കിലും മുറിയിലേക്ക് ഇടയ്ക്ക് കയറി വന്ന കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുകയും ചെയ്യും. പിന്നീട് ഗോമതി പറഞ്ഞു, ബാലേട്ടനെ ഞാൻ ചായ എടുക്കാന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ചായയൊക്കെ എടുത്ത് ബാലന് കൊണ്ടേ കൊടുക്കുവാണ്. പിന്നീട് ബാലൻ ചോദിച്ചു, അല്ല ശ്രീദേവിക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു ബാലേട്ട. അതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തു. 1-2 മരുന്ന് കിട്ടാനുണ്ട്. അത് ബാലേട്ടൻ വരുമ്പോ ഇനി വാങ്ങിച്ചോണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ബാലൻ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, ഇനി ഫുഡും കൂടെ കഴിച്ചിട്ട് പോകുന്നുള്ളൂ. ഡീലറെ കാണാൻ വന്നപ്പോ വീട്ടിലോട് കയറി കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് വന്നാന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, എന്നാ ബാലേണ്ണ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കടയിൽ ധർമ്മനൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ബാലൻ എന്ത് ചെയ്തു, മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സുകന്യക്ക് ടെൻഷനായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബാലേട്ടനും വന്നിട്ടുണ്ട്. പ്രശ്നമായെന്നാ തോന്നേ. ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നീട് ഗോമതി അനുമോളെ വിളിക്കുകയാണ്. പക്ഷെ വിളിച്ചിട്ട് അനുമോൾ അങ്ങോട്ട് ചെന്നില്ല. ഇവളിത് എന്തെടുക്കുക? കുറെ സമയമായാലും ഇവളെ വിളിച്ചിട്ട്, അവൾ കിളയുടെ വെച്ചിട്ട് വിളിച്ചിട്ട് അവള് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് വരുവാണ്. സുകന്യ ഇത് കണ്ടു. സുകന്യ പെപ്പറാളപ്പെട്ട് പെട്ടെന്ന് ഗോമതിയുടെ ഒപ്പം അങ്ങോട്ടേക്ക് വന്നു. ഗോമതി ചേച്ചി എങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല, ഞാൻ അനുമോളെ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട്. അനുമോളെ, നീ ഇതെന്താ കഥ കടച്ചിരിക്കുന്ന? കഥ തുറക്കാൻ പറയണം. ഞെട്ടിപ്പോയി ഒരു നിമിഷം. അമ്മ വന്ന് വിളിക്കുന്ന അലോകെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അലോക് വീണ്ടും അലമാരുടെ സൈഡിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അനുമോള് പോയി കഥ തുറന്നു. ആ സമയം ഗോമതി അകത്തേക്ക് കയറി. അപ്പോഴേക്കും സുകന്യയും കൂടെ വെപ്രാൾപ്പെട്ട് കയറുവാണ്. അലോക് എവിടെ എന്താണെന്നും അറിയത്തില്ലല്ലോ. പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ പേരും കൂടെ വിളിച്ചു പറഞ്ഞാൽ തന്റെ ജീവിതം കൂടെ തീർന്നുള്ള കാര്യം സുകന്യക്ക് നന്നായിട്ടറിയാം. പിന്നീട് ഗോമതി ചോദിച്ചു, നീ ഇതിന്റെ അകത്ത് ഇത് എന്തെടുക്കുവാന്ന് ചോദിച്ചു. അല്ലമ്മേ, ഞാൻ പഠിക്കുമായിരുന്നു, ഞാനും കൂടെ വരാൻ തുടങ്ങുമായിരുന്നു. പഠിക്കുമായിരുന്നോ? എത്ര സമയമായി ഇത്? നിന്നെ എത്ര സമയം വിളിക്കണം എന്നൊക്കെ ചോദിച്ചു. ഈ സമയം സുകന്യ നോക്കിക്കഴിഞ്ഞപ്പോ അലോക് അവിടെ നിൽക്കുന്നുണ്ട്. സുകന്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാള വായ്പേ. അപ്പോഴാണ് ഗോമതി തിരിഞ്ഞു വെക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അലോക് നിൽക്കുന്നു. അലോക് എന്നും പറഞ്ഞിട്ട് ഗോമതി ഒരു നിമിഷം അങ്ങ് നോക്കി. അപ്പോഴേക്കും അലോകിന് മനസ്സിലായി പിടിക്കപ്പെട്ടെന്ന്. ഈ സമയം സുകന്യ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അലോകോ എന്നും ചോദിച്ചുകൊണ്ട് തിരിവാണ്. അപ്പോഴേക്കും അലോക് വന്നിട്ട് സുകന്യനെ അങ്ങ് തള്ളിയിടുക. എടാന്ന് പറഞ്ഞ് സുകന്യ അലോകിന്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോഴാണ് അലോക് സുകന്യയെ തള്ളിയിടുന്നത്. സുകന്യക്ക് മനസ്സിലായി, ഇവിടെ തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അലോകിനെ എതിർത്താൽ മതിയാവുള്ളൂ, തനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുണ്ടെന്ന് അറിയാൻ പാടില്ല എന്നൊരു ചിന്ത. അപ്പോഴേക്കും ഗോമതി അങ്ങ് ചാടിച്ചെന്നു. എടാ നീ എന്തിനാടാ ഈ മുറി വന്നേ? എന്റെ മോളുടെ മുറി നിനക്ക് എന്താടാ കാര്യം എന്നും പറഞ്ഞിട്ട് അലറി വിളിച്ചോണ്ടും ഗോമതി അങ്ങോട്ട് ചെല്ലുവാണ്. അലോകിന്റെ നേരെ ഒരു നിമിഷം ഞെട്ടിപ്പറിച്ചു പോയി. സുകന്യയും അനുമോളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അലോക് എന്ത് ചെയ്തു, തിരിഞ്ഞു ഗോമതിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളെന്താ, കുറെ കാലമായി നിങ്ങള് എന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞോണ്ട് ഗോമതിയുടെ നേർക്ക് തിരിയണല്ലോ. കാരണം ഇവര് മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് സ്വത്തുക്കളൊക്കെ കിട്ടത്തുള്ളൂ. ഇവര് ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് വിൽപ്പത്രം പ്രകാരം ഇവര് സ്വത്തുക്കളൊക്കെ തന്റെ പേർക്ക് എഴുതി തരണം. എഴുതി തരുന്നുമില്ല. എങ്ങനെയും തീർന്നു കിട്ടുവാണെങ്കിൽ സമാധാനമായല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അലോകിനെ തല്ലാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക് എന്ത് ചെയ്തു, തിരിച്ച് ഗോമതിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. പിന്നീട് ഗോമതിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുവാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അനു സുകന്യയെ കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കൃത്യ സമയത്ത് തന്നെ ആ ലോകിന്റെ തലക്കിട്ട് അടി കിട്ടുന്നുണ്ട്. ഇരുമ്പ് വടി വെച്ചിട്ട് ഒറ്റ അടി കിട്ടുന്നുണ്ട്. ആ ലോകം മറിഞ്ഞു വീഴുന്നുണ്ട്. ആരടിച്ച എന്തായതെന്നൊന്നും അറിയത്തില്ല. ഒന്നെങ്കിൽ ബാലനായിരിക്കും, അല്ലെങ്കിൽ ഇനി ആരാന്നറിയില്ല. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരുപക്ഷെ സ്വാമി പോറ്റി പറഞ്ഞ ദുരന്തവിധായിരിക്കും. കുടുംബത്തിലൊരു വലിയ അനർത്ഥം ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളായി നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.